എൻ്റെ അച്ഛൻ അത്രയും ഫ്രണ്ട്സ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ കൂടുതൽ ശോകം പറഞ്ഞ എൻ്റെ അടുത്താണ്. അമ്മയുടെ അടുത്തും പറയാറില്ല, കൂടുതൽ എൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ ശോകങ്ങളൊക്കെ പറയുന്നത്. അപ്പം അച്ഛൻ അത്രയും ഫ്രണ്ട്സ് ഇല്ലാത്തത് എനിക്ക് കൊച്ചിലോട്ടൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വലുതാവുമ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും വേണം, എനിക്ക് ആ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആവണം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു സാധനം ചിലപ്പം അന്ന് തൊട്ടേ എനിക്ക് ഉണ്ടായി വന്നിട്ടായിരിക്കും ഞാൻ ഇത്രയും അധികം ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് പോപ്പുലർ ആവാൻ വേണ്ടി ആൾക്കാരെ നിരന്തരം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഈ ഫ്രണ്ട്സ് എന്നുള്ള ഒരു സർക്കിൾ കുറച്ചുകൂടെ വൈഡ് ചെയ്ത്. അതെ അതെ. പക്ഷേ എനിക്ക് മൊത്തം നീ നിന്റെ കൂട്ടുകാരാകണം അങ്ങനെ മൊത്തം. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഉള്ള സ്കില്ലായി. നമ്മൾ അത്രത്തോളം ഇപ്പോൾ തമാശ പറയാനുള്ള സ്കില്ല് തന്നെ നമുക്ക് എന്താ, നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ അൾട്ടിമേറ്റ്ലി നമ്മളെ കൊണ്ട് പണ്ടേ തമാശകളൊക്കെ പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാധനം വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുക, കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആവുക, കുറച്ചുകൂടെ പെർഫോമർ ആവുക. അങ്ങനത്തെ ഒരു സാധനം ആൾക്കാരുടെ അറ്റൻഷൻ വരിക, ആൾക്കാരെന്നെ ഇഷ്ടപ്പെടുക, ആൾക്കാരുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആളായിട്ട് കരുതട്ടെ, അങ്ങനെയൊക്കെ. അത് പക്ഷേ അതാ കൊച്ചിലെ എനിക്കാണെങ്കിൽ ആ ഒരു സാധനം ആൾക്കാരെന്നെ ഇഷ്ടപ്പെടണം, ആ ഒരു സാധനം വരുന്നതാണ്. പക്ഷേ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോമ്പറ്റീഷൻ നമ്മുടെ അകത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കോമ്പറ്റീഷനാണ്. ഒരു റാങ്ക് 1 ഉണ്ട്, ഒരു റാങ്ക് 2 ഉണ്ട്, റാങ്ക് 3 ഉണ്ട്. നമ്മൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ മാർക്ക് ഇത്രയും പേരുണ്ടെങ്കിൽ ഇത്ര പേർക്ക് പരീക്ഷയ്ക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഒരു പോയിൻ്റ് കഴിഞ്ഞ് ലൈഫിൽ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് കോമ്പറ്റീഷൻ അൺനെസസറിയാണ്. എല്ലാവരും അവരുടെ യുണീക്ക് പാത്തിലാണ്. അപ്പോൾ നമ്മൾ 12 വയസ്സ് ചിലപ്പോൾ നമുക്കാണെങ്കിലോ അങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് സാധനത്തിൽ നമ്മുടെ വീട്ടുകാർ നമ്മുടെ അകത്ത് കുറേ കോമ്പറ്റീഷൻ്റെ സാധനം, അവരിങ്ങനെ ചെയ്യുന്നു ഇവരങ്ങനെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ 30-ാമത്തെ വയസ്സിൽ നമ്മൾ അതേപോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മാറാം.